ഒരുപാട് ലോണുകളെ കുറിച്ചുള്ള അന്വേഷണം എനിക്ക് വരാറുണ്ട്. പലപ്പോഴും ഞാനത് നിരുത്സാഹപ്പെടുത്തി വിടാറാണ് പതിവ്. കാരണം ലോൺ എടുക്കുക എന്നുള്ളത് ഒരു ബാലികേറാ മലയാണ്. ഒരുപാട് കഷ്ടപ്പെടണം. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ബാങ്കിലോട്ട് ചെന്നാൽ ഉടനെ ആരും ലോണൊന്നും എടുത്തു വെച്ചിട്ടില്ല തരാനായിട്ട്. സർക്കാരുകൾ അങ്ങനെ പല കാര്യങ്ങളും പറയും. പക്ഷേ സത്യം പറഞ്ഞാൽ ലോൺ എടുക്കാൻ ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത്. എന്നാൽ ഈ ബുദ്ധിമുട്ടുകൾ ഒന്നോ രണ്ടോ തവണ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ഈസിയായി. കാരണം നമുക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന്. ആദ്യമായിട്ട് ചെല്ലുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടാകുന്നത്. മുദ്രാ ലോണിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ അവിടെ വന്ന് പറയും മുദ്രാ ലോൺ കിട്ടാറില്ല എന്ന് പറയും. മുദ്രാ ലോണും കിട്ടുന്നുണ്ട്. അതൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പോയാൽ മാത്രമേ കിട്ടുകയുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് അത്യാവശ്യം കുറച്ച് പൈസ ആവശ്യമുണ്ട്. ആ പൈസയ്ക്ക് അധികം പലിശയില്ലാതെ, എന്നാൽ പലിശയുണ്ട്, കിട്ടുന്ന ഒരു ലോണ്. കൂടാതെ നമുക്ക് കൊളാറ്ററൽ സെക്യൂരിറ്റി ഒന്നുമില്ല, വസ്തുവകകൾ ജാമ്യം വെക്കാനില്ല എങ്കിൽ കിട്ടുന്ന ഒരു ലോണാണ് ഇവിടെ പറയുന്നത്. നിങ്ങളൊരു ബിസിനസ് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഒരു ലോണിന് വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളുടെ കയ്യിലുള്ള പൈസ വെച്ച് നമ്മൾ ബിസിനസ് തുടങ്ങി മുമ്പോട്ട് പോയി ഒന്ന് പച്ച പിടിപ്പിച്ച് ശേഷം ലോൺ എടുക്കുകയായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷെ അതില്ല. എന്നാൽ നമ്മളുടെ ബിസിനസ് ഐഡിയ അത്ര കണ്ട് വലുതാണ്, അത്ര കണ്ട് അടിപൊളിയാണ്, ആ ബിസിനസ് തുടങ്ങിയേ മതിയാകൂ, ലോൺ എടുത്ത് ഞാനത് ചെയ്ത് വിജയിപ്പിച്ച് 6 മാസം 1 വർഷം കൊണ്ട് എനിക്ക് ആ ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളവരാണെങ്കിൽ മുമ്പോട്ട് കേൾക്കുക. ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ചെറിയൊരു ബിസിനസ് ലോണിനെ കുറിച്ചാണ്. പുതിയൊരു ബാങ്കിനെ കുറിച്ചാണ്. ബാങ്ക് പുതിയതല്ല, നിങ്ങൾക്കെല്ലാം അറിയാം. ഇസാഫ് എന്നാണ് അതിന് പേര്. ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. അവിടെ ഇസാഫ് വഴി അല്ലെങ്കിൽ ആ ബാങ്ക് വഴി നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ബിസിനസ് ലോണായിട്ട് ലഭിക്കും. നമുക്ക് കുറഞ്ഞ പലിശയാണ് എന്ന് പറഞ്ഞെങ്കിലും പലിശയുണ്ട്. കൊളാറ്ററൽ ഇല്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് വസ്തുവകകൾ വെക്കാനില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു ബാങ്കും ലോൺ കൊടുക്കാറില്ല. ഇവിടെ നമുക്ക് 2-3 ടൈപ്പിലുള്ള ലോണുകൾ കിട്ടും. ടേം ലോൺസ് കിട്ടും, വർക്കിംഗ് ക്യാപിറ്റൽ ലോൺസ് കിട്ടും, മൈക്രോ എൻ്റർപ്രൈസസ് ലോണുകൾ കിട്ടും. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ശാഖകളിൽ, എല്ലായിടങ്ങളിലും ഇപ്പോൾ ശാഖകളുണ്ട്. അത് ബാങ്കായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കുറേ വർഷങ്ങളായി. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് അതിനുവേണ്ടി പോകേണ്ടത് എന്ന് നോക്കാം. ഇവിടെ മെയിൻലി നമുക്ക് വേണ്ടത് നമ്മളുടെ പേര്, നമ്മളുടെ മൊബൈൽ നമ്പർ, നമ്മളുടെ അഡ്രസ്സ്, ബിസിനസ് ഡീറ്റെയിൽസ് എന്നിവയാണ് വേണ്ടത്. ആധാർ കാർഡ് വേണം, പാൻ കാർഡ് വേണം, 3 മാസത്തെ, കുറഞ്ഞത് 3 മാസത്തെ എങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണം, ബിസിനസ്സിൻ്റെ രേഖകൾ വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലോൺ എടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് മെയിൻലി വേണ്ട ഒരു കാര്യം ആണ് നമ്മളുടെ ഇൻകം പ്രൂഫ്. നമുക്ക് എവിടെ നിന്നാണ് ഇത് തിരിച്ചടയ്ക്കാനുള്ള വരുമാനം ലഭിക്കുക. കാരണം എപ്പോഴും ബാങ്ക് ലോൺ തരുമ്പോൾ അത് തിരിച്ചടയ്ക്കാനുള്ള ത്രാണി അല്ലെങ്കിൽ ആ കപ്പാസിറ്റി എടുക്കുന്ന വ്യക്തിക്കുണ്ടോ എന്നുള്ളത് അവർക്കറിയണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരത് നോക്കും. അതായത് നമുക്ക് തിരിച്ചടയ്ക്കാൻ എവിടെ നിന്നാണ് സോഴ്സ് ഉള്ളത് അത് നമ്മൾ കാണിക്കേണ്ടി വരും. നമ്മൾ ഓൾറെഡി ജോലി ചെയ്യുന്ന വ്യക്തിയാണ്, നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് നമ്മളുടെ ഇൻകം പ്രൂഫാണ്, അത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് സ്കോർ അത് 750 എങ്കിലും ഉണ്ടെങ്കിൽ ഈ ലോണും ലഭിക്കുകയുള്ളൂ, അല്ലെന്നൊക്കെ അവർ പറയുമെങ്കിലും പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതായിരിക്കും. ബാങ്കിൻ്റെ സൈറ്റ് നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്ന 11% മുതൽ 18% വരെയാണ്. അത് വേരി ചെയ്യും. കാരണം ലോൺ ടു ലോൺ അത് വേരി ചെയ്യുന്നതായിരിക്കും. ബാങ്കിൻ്റെ ലിങ്ക്, വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ശാഖ കണ്ടുപിടിക്കുക, ഡയറക്റ്റ് ബാങ്കിലോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.